Yo, hello guys, welcome back to the channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടിക്ടോക്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ടിക്ടോക്ക് വീഡിയോയുടെ സീക്രട്ട് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാറില്ല. കൂടുതലും ഇപ്പോൾ അബിലാണ് 4 വീഡിയോ അങ്ങനെ അബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാറില്ല. അപ്പം ഇവിടെയുള്ള സൗകര്യത്തിന്റെ കുറവുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. വേറെ ഒന്നല്ല, ഇവിടെ അതിനുള്ള സൗകര്യം ഞങ്ങൾ അബിലിനോടെ പോയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി ഇവിടെ അതിനുള്ള സൗകര്യം ഒരുക്കും വേണം. നമുക്ക് ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടും വേണം. ഞാൻ തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ടിക്ടോക്കിലുള്ള വീഡിയോ ഏതാ നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, നമ്മളെ ടിക്ടോക്കിലുള്ള ഇൻഫിനിറ്റിലൂപ്പ് ഇല്ലെങ്കിൽ ലൂപ്പി ടൂപ്പ് അങ്ങനെ എന്തോന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇത് മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ വീഡിയോ എങ്ങനെ ചെയ്യലെന്നുള്ളതിന്റെ സീക്രട്ട് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു വൈറൽ ചാൻസ് ഉള്ള വീഡിയോ ആണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറലാവാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ്. വേറെ ഒന്നും കൊണ്ടല്ല. ആ വീഡിയോ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേ തന്നെ ഇരിക്കും. കാരണം അത് എവിടെ എൻഡ് ചെയ്ത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആ വീഡിയോ പ്ലേ ചെയ്തായിരിക്കും ചിലർക്ക് ആ വീഡിയോ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അത് കാരണം വേറെ ഒന്നുമല്ല, ടിക്ടോക്കിന്റെ ഒരു ഫീച്ചറാണ് മറ്റേ നമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്, അത് പിന്നെ ആ വീഡിയോ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ആയി പ്ലേ ആവും. പക്ഷെ ഈ ഒരു വീഡിയോന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ രണ്ടാമത് പ്ലേ ആയത് നമ്മൾ അറിയത്തില്ല. അതുപോലെയാണ് ഈ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇതിലുള്ള ആക്ഷനും ഡയലോഗും സെയിം റിപ്പീറ്റ് ആയി വരുമ്പോഴേക്കും ചിലർക്ക് ആ വീഡിയോ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ എങ്ങനെ എടുക്കലും നോക്കാം. അപ്പൊ ഇവിടെയാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, നമ്മളെ ഇൻട്രോ എടുക്കാൻ ഉപയോഗിച്ച അത് തന്നെയാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കലോ നോക്കിയാലോ. പോയി എനിക്കെങ്ങനെ ഈ വീഡിയോ ഉണ്ടാക്കലെന്ന് അറിയില്ല. എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്രിയേറ്റർ സ്റ്റെപ്പ് എന്ന ചാനലിൽ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിങ്ക് എൻ്റെ പ്രൊഫൈലിലുണ്ട്. പക്ഷേ ഈ ഇൻഫിനിറ്റി ലൂപ്പ് എങ്ങനെ ഉണ്ടാക്കുക അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഇൻഫിനിറ്റി ലൂപ്പി ടൂപ്പ് പറയുന്ന ഈ വീഡിയോ എങ്ങനെ എടുക്കലും നോക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ വീഡിയോ കുറച്ച് ഡ്രിം ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഭാഗം പ്ലേ ആയി. അതിന് ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്യും, രണ്ടാമത് ഒരു ഡയലോഗ് പറയും. ഇൻഫിനിറ്റി ലൂപ്പ് എങ്ങനെ ഉണ്ടാക്കില്ല എന്നുള്ളൊരു ഭാഗം എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫസ്റ്റ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന് ഡയലോഗ് ചോദിക്കുന്നതിന് കുറച്ച് മുന്നിൽ നിന്ന് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതെടുത്ത് ഫ്രണ്ട് കൊണ്ടുവയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ ഇപ്പം നമ്മൾ ഇത് ബാക്കിൽ നിർത്താൻ ഫ്രണ്ട് കൊണ്ടുവച്ചു. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടാവുക നോക്കാം. ഇതൊരു ഡ്യുവൽ റോള് മാതിരി. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് പെർഫെക്ഷന് വേണമെങ്കിൽ നമുക്കിത് ഈ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം, അതിൻ്റെ തുടക്കത്തിലുള്ള ചെറിയൊരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടി സൂം നോക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഉണ്ടാക്കാം. അതിനുശേഷം ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ നേരെ അടിയിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണമെന്നില്ല, കുറച്ചുകൂടി റിയാലിറ്റിക്ക് വേണ്ടി ചെയ്യാം. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ ചെയ്ത പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ അങ്ങനെയാണ് ചെറിയൊരു സ്പേസ് നിന്നാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ നല്ല സ്പേസ് ഉള്ള രീതിയിൽ കുറച്ചുകൂടി മുറ്റൊന്ന് നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അത്രയും സൗകര്യം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും. അതിന് ശേഷം നമ്മളിത് ഈ ഒരു പോർഷനെ സെലക്ട് ചെയ്യണം. അതിന് ശേഷം നമ്മളിത് ഈ ഒരു പോർഷൻ, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നീക്കാനും ഇതാക്കാനും ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഏകദേശം ഇത്രയും ഭാഗം, ഈ കൈൻ്റെ കറക്റ്റ് ആ ഭാഗം വരെ ആക്കാം. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഇതിൽ ചെറുതായിട്ട് കളറിന് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കളറൊന്ന് ഓക്കെ, ഞാൻ ആ ക്യാമറ ഓണാക്കാൻ പോകുമ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ചെറിയ കളറിൻ്റെ പ്രശ്നം വന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം കളറിൻ്റെ പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾ വീഡിയോ എടുക്കുക. അപ്പം ഏകദേശം ഒരു കളറ് മതിയേക്കും. ഓക്കെ, പിന്നെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഏകദേശം ആ സെയിം ഫോട്ടോ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ചെറുതായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കൈ ചെറുതായിട്ട് അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ വരാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് അവിടെ മാഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇത്ര ഉള്ളു നമ്മളെ വീഡിയോ. അപ്പം നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പോയി എനിക്കെങ്ങനെ ഈ വീഡിയോ ഉണ്ടാക്കലെന്ന് അറിയില്ല. എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്രിയേറ്റേഴ്സ് ടെക് വേൾഡ് എന്ന ചാനലിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിങ്ക് എൻ്റെ പ്രൊഫൈലിലുണ്ട്. പക്ഷേ ഓക്കെ, ഇത് പക്ഷേ പറഞ്ഞ് അവിടെ നിന്ന് പക്ഷേ കഴിഞ്ഞ് നിന്ന് അപ്പം തന്നെ ഇതും തുടങ്ങും. സെയിം സ്പോട്ടിൽ തന്നെ ടിക്ടോക്കിലാകുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് ഒരു ഇൻഫിനിറ്റി തന്നെ റിപ്പീറ്റായി ഇങ്ങനെ വരും. ഗൈസ്, നിങ്ങൾ ഇത് ടിക്ടോക്കിലൊക്കെ സാധാരണ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതങ്ങനെ അഭിനയിക്കാനും ഇതിനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബേസിക്കലി ഞാൻ ഇതുവരെയായിട്ടും ടിക്ടോക്ക് വീഡിയോ ചെയ്തില്ല. ഇതിൻ്റെ ഫസ്റ്റ് ടിക്ടോക്ക് വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുക. അതുമാത്രമല്ല, ഇവിടെ നമുക്കൊരു പോർഷൻ നമ്മളെ കൈയൊന്ന് മാഞ്ഞു പോയതിൽ ഒരു ഇത് വന്നത് കാരണം ഞാൻ സ്പേസ് വിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഭാഗം സ്പേസ് വിട്ട് നിൽക്കാത്തതുകൊണ്ട് ഇനി കുറച്ചുകൂടി അകലത്തുനിന്ന് ഈ വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പേസും കിട്ടും. അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഡ്യുവൽ റോള് ഒരേ ഫ്രെയിമിൽ രണ്ടാളും വരുന്ന രീതിയിൽ. ഇതിപ്പം രണ്ടാളെ കൈ മാത്രമേ ആ ഫ്രെയിമിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ടാളും ഫുള്ളായിട്ട് അതിൽ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നതുള്ളൂ. കൂടുതൽ ദൂരത്തുനിന്ന് ഈ വീഡിയോ എടുക്കുകയാണെങ്കിലും. അപ്പോൾ നമുക്കിനി ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഇൻഫിനിറ്റyloo എങ്ങനെ ഉണ്ടാക്കുക? അവൻ പോയി എനിക്കെങ്ങനെ ഈ വീഡിയോ ഉണ്ടാക്കലെന്ന് അറിയില്ല. എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്രിയേറ്റേഴ്സ് ടെക് വേൾഡ് എന്ന ചാനലിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിങ്ക് എൻ്റെ പ്രൊഫൈലിലുണ്ട്. പക്ഷേ ഈ ഇൻഫിനിറ്റyloo എങ്ങനെ ഉണ്ടാക്കുക? അവൻ പോയി നമ്മളങ്ങനെ ആ വീഡിയോ ചെയ്യലെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും വീഡിയോസോ ടിക്ടോക്ക് വീഡിയോസോ യൂട്യൂബ് വീഡിയോസോ എന്തെങ്കിലും രഹസ്യം അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഞങ്ങൾ കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യുക. അപ്പം ആ വീഡിയോ എങ്ങനെ ചെയ്യലെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെ മറ്റൊരു ടെക്നോളജി വീഡിയോ എത്തുന്നതായിരിക്കും. ദിസ് ഇസ് ആഷിഫ് സൈനിങ് ഓഫ്.